ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച വീട്. ഇന്നലെ രാത്രി വളരെ സുന്ദരമായിട്ട് കിടന്നുറങ്ങി. എഴുന്നേറ്റിരിക്കുകയാണ്. രാവിലെ ഒരു ഏകദേശം 7:30 സമയമായിട്ടുണ്ട് ഇപ്പോൾ. രാവിലെ ഒന്ന് വന്ന് പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇത് ഇവാൻ എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. ഇവാൻ ചേട്ടൻ്റെ വീടാണ്. ഇത് എയർബിഎൻബി വഴി ബ്യൂറിയൻ, സിയാറ്റിൽ നിന്നൊരു 10-30 കിലോമീറ്റർ ദൂരത്ത് 11 മൈൽ ദൂരത്ത് ബ്യൂറിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു വീടാണിത്. ഇവാൻ ചേട്ടനൊരു എന്താ പറയുക, ഒരു ടെസ്ല കാറും ഒരു വിൻറ്റേജ് കാറും ഉണ്ട്. ഈ റൂമിലാണ് ഞാൻ താമസിച്ചത്. അതിനുശേഷം ഞാനൊരു ഏകദേശം 8:30 സമയമായപ്പോഴേക്കും 8 മണി സമയമായപ്പോഴേക്കും ഞാൻ സിയാറ്റിൽ വാട്ടർ ഫ്രണ്ടിൻ്റെ ഭാഗത്തെത്തി. എന്നിട്ട് എൻ്റെ കാറ് ഞാൻ അവിടെ പാർക്ക് ചെയ്തു. 9 മണിക്ക് മുൻപേ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വില കുറവുള്ള പാർക്കിംഗ് ചാർജ് കുറവുള്ള ഒരു പാർക്കിങ്ങിലോട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ $25 പാർക്ക് ചെയ്യാൻ വേണ്ടി US ഡോളർ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഒന്ന് വാട്ടർ ഫ്രണ്ടിലേക്ക് പോയി. വാട്ടർ ഫ്രണ്ടിൽ നിന്ന് തിരിച്ച് പിന്നീട് ഞാൻ മക്ഡൊണാൾഡ്സ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ, ഈ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ ഒരു സ്റ്റെയർസ് ഉണ്ട്. ആ സ്റ്റെയർസിൽ നല്ല ഗാർഡനൊക്കെ പണിത് നിർമ്മിച്ചിട്ടുള്ള ഒരു വഴിയിൽ കൂടിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ കയറി മറ്റൊരു സ്ട്രീറ്റിലേക്ക് എത്തി. ഈ സ്ട്രീറ്റിൻ്റെ മറ്റൊരറ്റത്താണ് മക്ഡൊണാൾഡ്സ് ഉള്ളത്. സിയാറ്റിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരുപാട് ബഹുനില കെട്ടിടങ്ങളുള്ള ഒരു സിറ്റിയാണ്. മിക്കവാറും എല്ലാ കമ്പനികളുടെയും കോർപ്പറേറ്റ് ഓഫീസുകൾ സിയാറ്റിലിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റിൽ കെട്ടിടങ്ങളും ഓഫീസുകളൊക്കെ ഉള്ള ആ ഒരു സ്ട്രീറ്റിൽ കൂടി ഞാൻ മക്ഡൊണാൾഡ്സ് തിരക്കി പോവുകയാണ്. മറ്റൊരു രസകരമായ കാര്യം, ഇതിൽ സാധാരണ സ്ട്രീറ്റിൽ സ്ട്രീറ്റിൻ്റെ പേര് ബോർഡുകൾ എഴുതുന്നതോടൊപ്പം തന്നെ കർബിൽ സ്ട്രീറ്റിൻ്റെ പേര് മെറ്റലിൽ പതിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സിയാറ്റിലെ സിറ്റി ബസ്. ഇത് ഒരു LRT സ്റ്റേഷൻ അല്ലെങ്കിൽ മോണോറെയിൽ സ്റ്റേഷനാണത്. പിന്നെ ഞാൻ ഈ വഴിയിലൂടെ നേരെ അറ്റത്ത് പോയിട്ടാണ് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ചായയും ഒരു സാൻഡ്വിച്ചും കഴിച്ചു. അതിനുശേഷം ഈ ഒരു മാർക്കറ്റിലേക്ക് ഞാൻ പോവുകയാണ്. ഈ മാർക്കറ്റിൻ്റെ പേരാണ് പൈക്ക് പ്ലേസ് മാർക്കറ്റ്. കുറേ മത്സ്യങ്ങളുണ്ടെന്ന് മാത്രമല്ല, വളരെ നല്ലതായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഈ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് സാധനങ്ങൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം. പിന്നീട് പൈക്ക് പ്ലേസ് മാർക്കറ്റിൽ നിന്നും ഇറങ്ങി ഞാൻ മറ്റൊരു ഭാഗത്ത് സീ ഫ്രണ്ടായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അവിടെ നിന്നും ഒരുപാട് കാഴ്ചകൾ, ഈ സിയാറ്റിലിൻ്റെ മിക്കവാറും എല്ലാ കാഴ്ചകളും തന്നെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നത് കരുതി അങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാം.
10:45 ക്രൂയിസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പതുക്കെ നേരത്തെ തന്നെ നടന്നു പോവുകയാണ്. അപ്പോൾ വാട്ടർ ഫ്രണ്ടിലെ പിയർ 54 സിറ്റി ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോകുന്ന വഴിയിൽ കുറേയേറെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറേ പേർ നന്നായി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുന്നു. വേറെ കുറേ പേർ അവിടെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വാട്ടർ ഫ്രണ്ടിലെ ഓരോ പിയേഴ്സ്, ഇത് പിയേഴ്സ് 56, 55 അങ്ങനെ കുറേയേറെ പിയേഴ്സുണ്ട്. ആ പിയേഴ്സിൻ്റെ മുന്നിലൂടെ വാട്ടർ ഫ്രണ്ടിൻ്റെ വഴികളിലൂടെ നടന്ന് മുന്നോട്ട് പോയി നമ്മുടെ ബോട്ടിന് മുന്നിലെത്തി. അവിടെ 2 ബോട്ടുകളുണ്ട്. അർഗോസി ക്രൂയിസ് കമ്പനിയുടെ 2 ബോട്ടുകളുണ്ട്. ഇതിൽ ആദ്യമായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടിലാണ് എനിക്കിന്ന് ഇന്ന് ബോട്ട് ട്രിപ്പിന് പോകേണ്ടത്, ക്രൂയിസ് ട്രിപ്പിന് പോകേണ്ടത്. പിന്നീട് ടിക്കറ്റ് എടുത്ത് അവിടെ ഞാൻ വഴിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു പ്രത്യേക ശബ്ദം കേട്ടു. അതൊരു നൃത്തപരിപാടി അവിടെ നടക്കുന്നുണ്ട്. അത് ഭരതനാട്യത്തിൻ്റെ പെർഫോമൻസാണ്. അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടു. തിരിച്ചു വന്നിട്ട് അത് കാണണമെന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് പിന്നീട് ഞാൻ ക്രൂയിസ് ബോട്ടിലേക്ക് കയറി. ക്രൂയിസ് ബോട്ടിൻ്റെ മേലെയുള്ള ഓപ്പൺ ഡെക്ക്, അതിന് സൺ ഡെക്കെന്നും ഇവിടെ പറയാറുണ്ട്. ആ സൺ ഡെക്കിലേക്കാണ് ഞാൻ കയറിപ്പോയത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ 2 മറ്റ് ഡെക്കുകളുണ്ട്. താഴത്തെ ഏറ്റവും ബോട്ടം ഡെക്കുണ്ട്, പിന്നെ ഒരു മിഡിൽ ഡെക്കുണ്ട്. അതിൻ്റെ ഏറ്റവും മേലെയാണ് സൺ ഡെക്കുള്ളത്. അപ്പോൾ ഈ താഴത്തെ 2 ഡെക്കുകളിലും ഒരു ചെറിയ ബാറും സ്നാക്സും ചെറിയ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മേലെ സൺ ഡെക്കിലേക്ക് ഞാൻ കയറി പോവുകയാണ്. സൺ ഡെക്കിൽ കുറേയേറെ പ്ലാസ്റ്റിക് കസേരകൾ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് ചെയറുകളിൽ നമുക്ക് ഇരുന്ന് കാഴ്ചകൾ കണ്ട് പോകാം. ഈ സൺ ഡെക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സൺ ഡെക്കിൽ നമുക്ക് ഒരു കമൻറ്റേറ്റർ, ഒരു ഗൈഡ് ഇവിടെ നിന്നിട്ട് നമുക്ക് കമൻസ് പറയുന്ന ഓരോ കാഴ്ചകളും നമുക്ക് വിവരിച്ചു തരും. We also feature local, being the keyword local, beers, wines, and spirits. On tap beers with feature. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമാണ്. മഴ പെയ്യാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട് താനും. അപ്പോൾ നമ്മൾ ഈ യാത്ര, ഇവിടുത്തെ ക്രൂയിസ് ബോട്ടിൽ സിറ്റി ക്രൂയിസിൻ്റെ യാത്ര തുടരുകയാണ്. ഈ ക്രൂയിസ് ബോട്ടിൽ ഒരു US ഫ്ലാഗ് അവർ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മളുടെ ഈ പിയർ 54 കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാം. ഈ പിയർ 54 എക്സ്റ്റൻഷൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പതുക്കെ ബോട്ട് പിന്നിലേക്ക് എടുത്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി ഓരോ കാഴ്ചകളിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഈ ബോട്ടിൽ ഒരു ഗൈഡുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ എന്നാണ്. മൈക്കിളാണ് കൂടുതൽ ഈ കാഴ്ചകൾ നമുക്ക് വിവരിച്ചു തരുന്നത്. thing I want to say is there's a lot of you and one of me, so on the count of 3, just shout out where you're from, and I'm going to try to see what I can catch. So 1, 2, 3. Wisconsin! Cool, I caught none of that. Anybody here from the West Coast? Awesome. I am from the West Coast originally. I'm a Seattle transplant, so it's good to see people here from the West Coast also. സിറ്റി ടൂറിന് ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളുടെ ക്രൂയിസ് ബോട്ടിനെ വരവേറ്റ് തന്നെ പോലീസിൻ്റെ വാട്ടർ ഗൺ പ്രാക്ടീസ് കണ്ടുകൊണ്ടാണ്. അതിന് പിന്നിലായിട്ട് കാണുന്നതാണ് നോർവീജിയൻ ക്രൂയിസ് ലൈനിൻ്റെ ഒരു ക്രൂയിസ് ഷിപ്പ്. ഈ ക്രൂയിസ് ഷിപ്പിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ മേലെ തന്നെ ഒരു സ്ലൈഡൊക്കെ ഉണ്ട്, വാട്ടർ സ്ലൈഡൊക്കെ ഉണ്ട്. എല്ലാവിധ ആധുനിക ലക്ഷറീസ്, ആർഭാടങ്ങളും നിറഞ്ഞ ഒരു ക്രൂയിസ് ഷിപ്പാണ് ഈ നോർവീജിയൻ ക്രൂയിസ് ലൈനിൻ്റെ ഈ ഒരു ക്രൂയിസ് ഷിപ്പ്. ഇങ്ങനെ എല്ലാത്തരം അലാസ്കയിലേക്ക് ക്രൂയിസിന് പോകുന്ന ക്രൂയിസ് ഷിപ്പുകളൊക്കെ ഈ സിയാറ്റിലിൽ വന്ന് ഒരു സ്റ്റോപ്പ് ഓവർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്.
ക്രൂയിസ് ഷിപ്പിന് പിന്നിലായി കാണുന്ന ആ ഒരു കെട്ടിടമാണ് പൈക്ക് പ്ലേസ് മാർക്കറ്റ്. ഇന്ന് രാവിലെ പോയി ഭക്ഷണം കഴിച്ച ആ ഒരു മക്ഡൊണാൾഡ്സിൽ നിന്നും കാപ്പിയും ബർഗറും കൊണ്ടുവന്ന് കഴിച്ച ആ ഒരു പ്രദേശമാണ് പൈക്ക് പ്ലേസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പൈക്ക് പ്ലേസ് മാർക്കറ്റിന് ആകെ 5 ലെവൽസ് ഉണ്ടെന്നാണ് മൈക്കിൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആകെ ഒരു ഗ്രൗണ്ടിലെ ലെവലിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പിന്നീട് അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കി 4 ലെവൽസ് കൂടി കാണണമെന്ന് ഉണ്ട്. അത് നടക്കുമോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് നോർവീജിയൻ ക്രൂയിസ് ലൈനിൻ്റെ ഷിപ്പിന് മുന്നിലൂടെയാണ്. വളരെ വ്യക്തമായിട്ട് ഷിപ്പിൽ ഈ ദൂരത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഷിപ്പിനെ ഒന്ന് കണ്ടു. Of the Edgewater Hotel hope to capture some of the tens of millions of people that came to visit the city. But they captured exactly 0 of those people because building a hotel over the water proved more difficult than imagined. When you are suddenly awoken by a violent wet slap on your window, you jump out of bed, you rush to the window, you throw open the drapes and there ഈ കാണുന്നതാണ് എഡ്ജ്വാട്ടർ ഹോട്ടൽ. ഇത് ഒരു 4 ലെവൽസ് ഉള്ള വെള്ളത്തിലേക്ക് ഇറക്കി പണിത ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ ആളുകൾ കുറേ താമസിച്ചിട്ട് ഇപ്പോൾ ഫങ്ഷനിങ് അല്ല, ആളുകൾ താമസിക്കുമ്പോൾ അവർ രാത്രി ഹോട്ടലിൽ നിന്നും നേരെ ഒരു 4 മണി 3 മണി സമയമാകുമ്പോഴേക്കും ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് ചൂണ്ടയിട്ട് മീനിനെ പിടിക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ കയറിയ സ്പേസ് നീഡൽ. ഒരു നല്ല ഉയർന്ന സ്ട്രക്ചറും ഈ സ്പേസ് നീഡലിൻ്റെ മേലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സിയാറ്റിൽ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാം. PI being the Post Intelligencer building, and that's the old Post Intelligencer building, which is Seattle's oldest newspaper. We got it started back in 1886. To give you some reference, the president at the time was a man by the name of President Lincoln. And Seattle was nothing more than a couple sawmills and a horse trade. There was a giant fire that burned down almost 90% of all Seattle. And when they were rebuilding, the rich folks said, we don't want anything to do with this. So they moved up there and started to build their homes in the Queen Anne style time, the Victorian Baroque. And locals joke it's Queen Anne's Hill, Queen Anne Town. And the name stuck. But what it's really famous for is it is the home of 2 fictional TV doctors. The first one being Dr. Meredith Grey from Grey's Anatomy. The second one being Dr. Frasier Crane from the Cheers spin-off Frasier. A guess of what that might be, and no, it is not hipsters. Wheat. It is cattle grade. Or cattle grade grain. Try saying that 5 times fast. It is cattle grade grain. We store it in those giant silos. It is shipped here from the Midwest. We don't actually grow it here. And usually there's a giant bulk carrier here, and they load it into that bulk carrier, and it takes an extremely long time to do so because if any of the grain gets wet, it will mold, it will ferment, and the last thing a farmer needs is a bunch of drunk, crazy cows running around his land. ക്രൂസ് ഷിപ്പുകൾ ഡോക്ക് ചെയ്യുന്ന മറ്റൊരു പിയറാണ് ഈ കാണുന്നത്. ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ മറ്റൊരു ബോട്ടിൻ്റെ ഇവിടെ കാണാം. ഈ കാണുന്നത് 4 മത്സ്യബന്ധന ഉത്സാഹികൾ ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു കടൽ തീരമാണ്. ഇവർ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഒരുപാട് 100 കണക്കിന് ബോട്ടുകൾ അവിടെ ഡോക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. 1990കളിലാണ് ഈ ഒരു പ്രൈവറ്റ് ബീച്ച് നിർമ്മിച്ചെടുത്തത്. Seattle City Center. You can see part of it right now in the white markers. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ഒരു ഡ്രൈ ഡോക്കാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കപ്പൽ അതിൻ്റെക്കുള്ള വീണ്ടും പെയിൻ്റ് അടിക്കുന്നതിനായിട്ട് അവർ നിർത്തിയിട്ടിട്ട് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന് തയ്യാറെടുത്ത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ക്രെയിനുകളും
അവിടുത്തെ ഡ്രൈ ഡോക്കിലെ പണികളും ഇവിടെ നിന്ന് വീക്ഷിക്കാവുന്നതാണ്. ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ തുറമുഖമാണ് ദൂരെ കാണുന്നത്. അതിനടുത്തേക്ക് നമ്മൾ പിന്നീട് പോകുന്നുണ്ട്. കുറച്ചല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കുറേ ഓലിയിടുന്ന ശബ്ദം കേട്ടു. അപ്പം അവിടെ മൈക്കിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ഇത് കാലിഫോർണിയ നീർനായകളാണ്. ഒരു മത്സരത്തിനായി ഇവിടെ കൊണ്ടുവന്നതാണ്. മത്സരം കഴിഞ്ഞ ശേഷം അതൊരു പ്രത്യേക ഏരിയയിൽ വേർതിരിച്ച് ഇതിനെ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് അവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് അലസമായി കിടന്ന് ഓലിയിടുന്ന ശബ്ദമാണ് ഇയാൾ കേൾക്കുന്നത് എന്നാണ് വിളിച്ചു പറഞ്ഞത്. അല്പം കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ഈ ഐലൻഡ് കാണുന്നത്. ഇത് ഒരു തുറമുഖ ഐലൻഡാണ്. തുറമുഖ ദ്വീപ് എന്നാണ് പറയുന്നത്, ഹാർബർ ഐലൻഡ്. അപ്പോൾ ഈ ഐലൻഡ് ഉണ്ടാക്കിയത് ഇവിടെ തന്നെയുള്ള മറ്റൊരു മലയിലെ ഒരു കുന്നിലെ, സിയാറ്റിൽ തന്നെ ഉള്ള ഒരു കുന്നിലെ മണ്ണ് കുറേ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ നിരത്തി ഈ ഐലൻഡ് ഉണ്ടാക്കിയത് 1914 ഉണ്ടാക്കിയ ഒരു ഐലൻഡാണ് ഇത് ഹാർബറായിട്ട് പിന്നീട് രൂപപ്പെട്ടത്. ഈ ഐലൻഡിൽ ഒരുപാട് ട്രെയിനുകളും എല്ലാം നമുക്ക് കാണാം. ഈ കാണുന്നത് US കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പാണ്. അത് സർ ഷിപ്പായിരിക്കും. ആ സർ ഷിപ്പ് ഡോക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് സിയാറ്റിൽ ഹാർബറിലെ ഗാൻട്രി ക്രെയിനാണ് ആ കാണുന്നത്. ആ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ ചരക്ക് മൂവ്മെൻറ്റും നടക്കുന്നത്. ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലേക്ക് മാറ്റി വെക്കുന്നതും പിന്നെ അതിൽ നിന്ന് ഈ ഹാർബർ ഐലൻഡിലേക്ക് മാറ്റി വെക്കുന്നതായിട്ടുള്ള ചരക്ക് ഗതാഗതം നടക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും ഒരു വലിയ സ്ട്രക്ചർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരാളാണ്. ഈ ഒരാൾ വളരെ ലാഭകരമായിട്ടുള്ള, ഈ സിയാറ്റിലെ തന്നെ വളരെ ലാഭകരമായിട്ടുള്ള ജോലി എന്നാണ് മൈക്ക് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിന് 160,000 ആണ് ഇവിടെ ഈ ഒരു ഗാൻട്രി ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതിനാദ്യം ഇതിൻ്റെ യൂണിയനിൽ ഒരു 6 വർഷമെങ്കിലും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ. ആദ്യം യൂണിയനിൽ ചേരുക, പിന്നീട് ബാക്കിയെല്ലാം നിങ്ങളുടെ ലക്ക് പോലെയാണ് എന്നാണ് മൈക്ക് വിളിച്ച് പറയുന്നത്. മൈക്ക് ഈ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു മൈക്ക് ഈ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഇത്രയും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് ഈ യാത്രയിൽ മനസ്സിലാത്ത സ്റ്റാർബക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിയാറ്റലിലാണ്. ആ സ്റ്റാർബക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ബിൽഡിംഗാണ് ഈ കാണുന്നത്. അതിൻ്റെ പാർക്കിംഗ് ലോട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ പച്ച ബിൽഡിംഗായിട്ട് കാണുന്നത്. അപ്പോൾ സ്റ്റാർബക്സും പൈക്ക് പ്ലേസ് മാർക്കറ്റിൽ ഒരു സ്റ്റാർബക്സ് ഉണ്ട്. ആ സ്റ്റാർബക്സാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. ആ സ്റ്റാർബക്സിലെ കാപ്പി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കാപ്പി തന്നെയാണ്. അത് അവിടെ നിന്ന് പൈക്ക് പ്ലേസ് മാർക്കറ്റിലെ കാപ്പി കുടിച്ച ശേഷം മറ്റ് സ്റ്റാർബക്സിൽ നിന്നും കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുമെന്നാണ് മൈക്ക് വിളിച്ച് പറയുന്നത്.
ക്രൂയിസ് ടൂർ കഴിഞ്ഞ ശേഷം തിരിച്ച് നമ്മുടെ പിയറിലേക്ക് തന്നെ ഈ ക്രൂയിസ് ടൂർ ബോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ പിയറിൽ തന്നെ ബെയിൻബ്രിഡ്ജ് ഐലൻഡിലേക്കുള്ള US സിയാറ്റിൽ നിന്നുള്ള ക്രൂയിസ് ഷിപ്പ് യാത്ര തുടങ്ങുകയാണ്. അവരുടെ യാത്ര തുടങ്ങുന്ന ആ ഒരു കാഴ്ച ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അധികം താമസിയാതെ തന്നെ നമ്മളുടെ യാത്ര അവസാനിച്ച് തിരിച്ച് നമ്മുടെ പിയറിലേക്ക് തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.